ഇന്ന് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതാ നല്ല മുഴുത്ത ഇലയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കഴുകി ക്ലീൻ ചെയ്ത് അതിന്റെ തലയൊക്കെ അവർക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ബാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്കൊക്കെ സുഖമായിട്ട് അവർക്ക് ഉണ്ണാട്ടോ. അപ്പൊ ഇങ്ങനെ മീൻ നേരാക്കുന്ന സമയത്ത് ഇതാ പൂച്ചക്കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ബഹളം ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ മീൻ കൊടുക്കണ കണ്ടിട്ട് ഒരു ആള് കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ദിവസം ഇങ്ങനെ മീൻ മേടിച്ചു കൊടുക്കണേ, മീനിനൊക്കെ എന്താ വില, മീനിനൊക്കെ നല്ല വില ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് കേട്ടോ ആ കമന്റ് വന്നത്. അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ മൃഗങ്ങളൊന്നും ഇല്ല, പട്ടിയില്ല, പൂച്ചയില്ല, എന്നാലും ഞങ്ങൾക്ക് തന്നെ വാങ്ങാൻ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കൊടുക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ കിട്ടണതാണോ എന്നാണ് കേട്ടോ ചോദിച്ചത്. അപ്പൊ വെറുതെ കിട്ടണതല്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം തന്നെയാണ് കേട്ടോ. പൂച്ചകൾക്ക് മീനില്ലാതെ ഒരു ദിവസം കടന്നു പോകാൻ പറ്റില്ല. പൂച്ചകളെ വളർത്തുന്നവർക്ക് അത് അറിയാം കേട്ടോ. നമ്മളപ്പോ എങ്ങനെയായാലും മേടിക്കും, നമ്മുടെ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടായാലും അവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കും കേട്ടോ. അപ്പൊ മീന് മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ട് കാറ്റ് ഫുഡ് വാങ്ങും, രാവിലെ കുടിക്കാൻ പാല് വാങ്ങിക്കും, അതുപോലെ ഇടയ്ക്ക് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കും, അതുപോലെ വിസ്കസ് ഗ്രേവി, സിപ്പപ്പ്, അതുപോലെ മുട്ടയൊക്കെ കഴിക്കാൻ അവർക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് മുട്ടയൊക്കെ വാങ്ങിയിട്ട് ഉപ്പൊന്നും ചേർക്കാതെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാ ഓരോരുത്തരും ഇങ്ങനെ മീനൊക്കെ ആയിട്ട്, മീൻ തലയൊക്കെ ആയിട്ട്, നല്ല മുഴുത്ത അയിലയുടെ തലയല്ലേ, ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് കിട്ടിയപ്പോൾ നമ്മൾ എന്തൊക്കെ ഫുഡ് ഇവർക്ക് കൊടുത്താലല്ലേ, പച്ചമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്താണ് കേട്ടോ. അപ്പൊ ഈ മീനിന്റെ തല വേവിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ തല അങ്ങനെ പച്ചക്കിട്ട്. അപ്പൊ മീനിട്ട് കൊടുത്ത ചില ഭാഗങ്ങളൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ചൂടും കൊണ്ടൊന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് അവിടെ ചമ്പിക്കുട്ടിയുടെ ഉണ്ണി മുകളിലുണ്ട് കേട്ടോ. അവളല്ല അവനാണ് ഫുഡൊന്നും കഴിക്കാറായിട്ടില്ല. കഴിക്കാറായി കഴിഞ്ഞാൽ അവനും താഴെ വരും കേട്ടോ. അപ്പൊ ബാക്കി ഇതാ മീനൊക്കെ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-36 പൂച്ചകളുടെ മുകളിൽ ഞാൻ വളർത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഈ പച്ചമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്താണ് കേട്ടോ. പൂച്ചയുടെ പ്രസവം നിർത്താനുള്ള സർജറി തുടർന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ കാണണേ.